ചിലപ്പം ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. സോ ഇതിനകത്ത് ഞാനൊരു ആ ഒരു പ്രോബ്ലത്തിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ്റെ ഒരു സ്റ്റെപ്പ് പറയുന്നുണ്ട്. സോ നിങ്ങൾ സ്റ്റെപ്പ് പഠിക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ആ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരാതിരിക്കാനുമാണ് സ്റ്റെപ്പ് പറയുന്നത്. നിങ്ങൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാം. സോ അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ബൈനോമിയൽ തിയറം പഠിച്ചിട്ടുണ്ട്. ബൈനോമിയൽ തിയറത്തിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? 1 + x⁻n = nc0 + nc1x + nc2x² + nc3x³ അപ് ടു എവിടെ വരെ ഉണ്ട്? ncn x⁻n വരെയുണ്ട്. സോ ഇതായിരുന്നു നിങ്ങൾ ബൈനോമിയൽ തിയറത്തിൽ പഠിച്ച ഇക്വേഷൻ. സോ അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അന്നേരം നമ്മളിവിടെ NC0 തൊട്ട് NCn വരെയാണ് ഉള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് NCR നമ്മുടെ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് നമുക്ക് NCR കണ്ടുപിടിക്കാം. NCR എന്ന് പറയുമ്പം എന്താണ്? നമുക്കൊരു റിസൾട്ട് കിട്ടും. സാധാരണ ചെയ്യുന്ന പോലെ അല്ല, നമുക്ക് വേണ്ട രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്കറിയാം NCR എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ കോമ്പിനേഷൻ ഇക്വേഷൻ എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. എന്താ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. ഇനി ഇത് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് n ഫാക്ടോറിയൽ എന്താണെന്ന് പറയാം. n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പം നോക്കിയേ, 1 × 2 × 3 അപ് ടു ഏതോ നമ്പേഴ്സ്, n നമ്പേഴ്സ്, ഇതല്ലേ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ 1 × 2 × 3 × 4, സോ ഇതെന്താ? 4 ഫാക്ടോറിയൽ അല്ലേ 1 × 2 × 3 × 4 എന്ന് പറയുന്നത്. ഇവിടുത്തെ n എന്ന് പറയുന്നത് 4 ആണ്. സോ n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1 × 2 × 3 × അപ് ടു n ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പം നമുക്ക് നോക്കാം. ഇനിയിപ്പം n-1 ഫാക്ടോറിയൽ എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ. ഞാൻ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 × 2 × 3 അപ് ടു n ആണ്. ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് എന്താണ്? n-1 ആണ്. അപ്പോൾ എന്തായിരിക്കും? 1 × 2 × 3 അപ് ടു n വരെ ഇല്ല, എന്നിൽ നിന്ന് ഒരെണ്ണം കുറച്ച് n-1 വരെയുള്ളൂ. n-1 വരെയുള്ളൂ. അതായത് n-1 വരെയുള്ള എൻ്റെ ഫാക്ടോറിയലാണ് 1 × 2 × 3 × അപ് ടു n-1. ഇത് മനസ്സിലിടുക. ഇത് വെച്ചിട്ടാണ് മുന്നോട്ട് ചെയ്യുന്നത്. സോ അപ്പം നമുക്ക് ഇതാണ് ഈ കിട്ടിയ ഇക്വേഷൻ, ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് n ഫാക്ടോറിയലിനെ എഴുതാം. ആദ്യം n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് ഇവിടെ നേരെ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. 1 × 2 × 3 അപ് ടു n. ഇപ്പം ഞാനിവിടെ n ഫാക്ടോറിയൽ മാത്രം എഴുതുകയാണ്. ഇങ്ങോട്ടാണ് എഴുതുന്നത്. 1 × 2 × 3 അപ് ടു n. ഓക്കെ, n-ന് ശേഷം n-ൻ്റെ ഇപ്പുറത്തോട്ട് വരുന്ന എന്തായിരിക്കും? n, അതായത് ഇവിടുത്തെ 1 2 3 അപ് ടു n മാക്സിമം വാല്യൂ ഏതാണ്? n ആണ്. അതായത് n-ൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ വരുന്ന വാല്യൂ എന്തായിരിക്കും? n-നേക്കാളും ചെറുതായിരിക്കത്തില്ലേ? അതായത് 1 2 3 മുന്നോട്ട് വരുമ്പോൾ കൂടിയാണ് വരുന്നത്. അപ്പം n-നേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും ഇപ്പുറത്ത്. അപ്പം n × n-1 അല്ലേ? n-1ൻ്റെ ഇപ്പുറത്ത് എന്തായിരിക്കും? n-2 ആയിരിക്കത്തില്ലേ? n-ൽ നിന്ന് 2 വാല്യൂ കുറയുന്നതായിരിക്കും ഇവിടെ. അതായത് n × n-1 × n-2 അപ് ടു 3 × 2 × 1 എന്ന് എഴുതാമല്ലോ. അതായത് 1 × 2 × 3 അപ് ടു n. n-ന് ഇപ്പുറത്ത് അപ്പോൾ ആര് വരും? n-1. n-ന്ന് ഒരെണ്ണം കുറഞ്ഞ് അതിൻ്റെ ഇപ്പുറത്ത് n-2. സോ ഇത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു വാല്യൂവിനെ എടുക്കാൻ പോവാം. ഇപ്പം n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു, ഇപ്പം തൽക്കാലം നമ്മൾ n × n-1 അപ് ടു 3 × 2 × 1. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വാല്യൂവിനെ എടുക്കാൻ പോവാണ്, n - r. ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. 1 2 3 4 5 6ൽ ഞാൻ 5 എടുത്തെന്ന് വിചാരിച്ചു. n-ൽ നിന്ന് എത്രയോ കുറയ്ക്കുന്ന ഒരു വാല്യൂ ആണ് ഈ 5 എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിനെ ജസ്റ്റ് ഏതൊരു ടേമാണ് n - r എന്ന് പറയുന്നത്. അപ്പം n - rൻ്റെ ഇപ്പുറത്ത് തൊട്ട് ഈ ഭാഗത്ത് എന്തായിരിക്കും ഉള്ളത്? ഇവിടെ എന്തായിരിക്കും ഉള്ളത്? n - rൻ്റെ ഇപ്പുറത്ത് എന്തായിരിക്കും ഉള്ളത്? n- എന്തായിരിക്കും? ആറിൻ്റെ കൂടെ ഒരു വാല്യൂ കൂടെ കൂടിയല്ലേ വരത്തുള്ളൂ, n - r+1. കാരണം ഇങ്ങോട്ട് പോകുന്തോറും കൂടിയാണ് വരുന്നത്. അപ്പോൾ n - r+1. ഓക്കെ, അപ്പോൾ അത്രയായല്ലോ. ഇനി നമുക്ക് നോക്കാം,
ആ സ്റ്റെപ്പ് മനസ്സിലായോ? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് ആർ വെറുതെ ഒരു ടേം എടുത്തു, അതിൻ്റെ തൊട്ടിപ്പുറത്ത് അതിനേക്കാളും കൂടുതൽ ടേം ആയിരിക്കും, അതിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു, അത്ര എഴുതി. ഇനി n മൈനസ് ആർ ഫാക്ടോറിയൽ എന്തായിരിക്കും? ഞാൻ നേരത്തെ n മൈനസ് 1 ഫാക്ടോറിയലിനെ പറ്റി പറഞ്ഞായിരുന്നു. n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? 1 ഇൻറ്റു 2 ഇൻറ്റു 3 അപ് ടു n മൈനസ് ആർ അല്ലേ? n മൈനസ് ആർ. സോ അന്നേരം ഇത് തന്നെയല്ലേ ഇവിടെ എഴുതിയേക്കുന്നത്? n മൈനസ് ആർ ടു 1 ഇൻറ്റു 2 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇനി ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്ന എന്തായിരിക്കും? ആർ മൈനസ് 1 ആയിരിക്കത്തില്ലേ? അതായത് തൊട്ടിപ്പുറത്ത് ഇവിടെ വരുന്നത് എന്താണ്? ആർ മൈനസ് 1. അതായത് ഈ ആറിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞതല്ലേ, ഇങ്ങോട്ടല്ലേ കൂടി വരുന്നത്. അന്നേരം ഇവിടെ ഒരെണ്ണം ആറിൽ നിന്ന് കുറഞ്ഞതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി എന്തുണ്ട്? ആർ ഫാക്ടോറിയൽ. സോ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 അപ് ടു n മൈനസ് ആർ പ്ലസ് 1 ഇൻറ്റു n മൈനസ് ആർ അപ് ടു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതേപോലെ താഴെയും എഴുതി. ഇനി നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇതിനകത്ത് വരുത്താം. ഇനി n മൈനസ് ആർ പ്ലസ് 1നെ എനിക്ക് വേണമെങ്കിൽ n മൈനസ് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാമല്ലോ, ഒരു ബ്രാക്കറ്റിൽ ഇട്ടാൽ. ഇതും അത് തന്നെയല്ലേ, n മൈനസ് ആർ പ്ലസ് 1 തന്നെയല്ലേ, അങ്ങനെ എഴുതാമല്ലോ. സോ അന്നേരം ഞാൻ ഇവിടെ അതാ എഴുതിയേക്കുന്നത്, n മൈനസ് ആർ മൈനസ് 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി n മൈനസ് ആറിൻ്റെ ഇപ്പുറത്ത് വരുന്ന വാല്യൂ എന്തുമായിരിക്കും? n മൈനസ് ആർ മൈനസ് 1 ആയിരിക്കത്തില്ലേ തൊട്ടിപ്പുറത്ത് വരുന്ന വാല്യൂ? n മൈനസ് ആർ പ്ലസ് 1 ആണ് ഇപ്പുറത്ത് വരുന്നതെങ്കിൽ അപ്പുറത്ത് വരുന്ന അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന അതിലും കുറഞ്ഞ വാല്യൂ അല്ലേ? അന്നേരം അതിനകത്തുനിന്ന് ഞാൻ ആ മൈനസ് കോമൺ എടുത്ത് എനിക്ക് എന്ത് വരും? n മൈനസ് ആർ പ്ലസ് 1 എന്ന് എഴുതിക്കൂടായോ? അതായത് ഞാൻ ഇവിടെ n മൈനസ് ആറിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ള വാല്യൂ എടുത്തേക്കുവാണ്. n മൈനസ് ആറിൻ്റെ ഇവിടെ വരുന്നത് എന്നിനേക്കാൾ ഒരു 6 കൂട്ടിയും ഇവിടെ വരുന്നത് ഒരു 6 കുറച്ചും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ബ്രാക്കറ്റിലാക്കി മാറ്റി എഴുതിയതാണ്, n മൈനസ് ആർ പ്ലസ് 1. അന്നേരം ബ്രാക്കറ്റിലോട്ട് എഴുതുമ്പോൾ അതെന്താകും? ആർ മൈനസ് 1 ആകും. ഇതിപ്പം എക്സ്പാൻഡ് ചെയ്താൽ എനിക്ക് n മൈനസ് ആർ പ്ലസ് 1 തന്നെ കിട്ടും. ഇതിനകത്ത് ബ്രാക്കറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് ആർ പ്ലസ് 1 ആകും. സോ അന്നേരം അതാണ് ഞാൻ ഇവിടെ കണ്ട് എഴുതിയിരിക്കുന്നത്, n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 n മൈനസ് ആർ മൈനസ് 1 n മൈനസ് ആർ ഇൻറ്റു n മൈനസ് ആർ പ്ലസ് 1 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. സോ അതേപോലെ ഇവിടുത്തെ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി, n മൈനസ് ഇതിനൊരു ബ്രാക്കറ്റ് കൊടുക്കുമ്പം ആർ മൈനസ് 1 എന്നുള്ളത് എന്താകും? ആർ പ്ലസ് 1 ആകും. ഇനി നോക്കിയേ, എന്തെങ്കിലും ഇതിനകത്ത് കട്ട് ചെയ്ത് കളയാനുണ്ടോ നോക്കിയേ n മൈനസ് ആർ പ്ലസ് 1 കട്ട് ചെയ്ത് കളഞ്ഞൂടെ? കട്ട് ചെയ്ത് കളയാമല്ലോ. അപ് ടു എവിടെ വരെയും കട്ട് ചെയ്യാം? 3 ഇൻറ്റു 2 ഇൻറ്റു 1. ബാക്കി ആര് മാത്രമേ ഉള്ളൂ? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 അപ് ടു n മൈനസ് ബ്രാക്കറ്റിൽ ആർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. സോ ഇതാണ് ഫൈനലായിട്ട് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന NCRൻ്റെ വാല്യൂ. സോ അന്നേരം ഇത് മനസ്സിൽ വെക്കുക. ഇനി നെക്സ്റ്റ്, ഇനിയിപ്പം നമുക്ക് NCR അല്ല കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മൈനസ് NCR. എന്നിൻ്റെ സ്ഥാനത്ത് എനിക്കൊരു മൈനസ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചോ. ഇപ്പം 1 പ്ലസ് എക്സ് റേസ് ടു n അല്ല എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, 1 പ്ലസ് എക്സ് റേസ് ടു മൈനസ് n ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചു. അതായത് 1/1 പ്ലസ് എക്സ് റേസ് ടു മൈനസ് 1, അതായത് 1 പ്ലസ് എക്സ് റേസ് ടു മൈനസ് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്നിനെ എനിക്ക് എന്ത് ചെയ്താൽ മതി? മൈനസ് വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു? എന്നിൻ്റെ സ്ഥാനത്തെല്ലാം എന്ത് കൊടുത്തു? മൈനസ് വാല്യൂ കൊടുത്തു. അപ്പം നോക്കിയേ, അപ്പുറത്തെ അതായത് NCRൻ്റെ ഇക്വേഷൻ തന്നെയാണിത്. ഇനിയിപ്പോൾ എന്താണ്? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് ആർ മൈനസ് 1 ബൈ ആർ ഫാക്ടോറിയൽ. അതിനകത്തെല്ലാം ഞാൻ മൈനസ് വാല്യൂ കൊടുത്തു. ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കേ, നമുക്ക് ഈ മൈനസിനെ എല്ലാം എത്ര ടേംസ് വരെ പോയിട്ടുണ്ട്? 6 ടേംസ് വരെ പോയിട്ടുണ്ട്. ഈ മൈനസ് വാല്യൂ 6 ടേംസ് വരെയല്ലേ എനിക്ക് പോയേക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? മൈനസ് 1/r. ഇത്ര 6 ടൈംസ് ആ മൈനസ് വാല്യൂ എനിക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ 6 ടൈംസിന് ഞാൻ മൈനസ് 1/r എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇൻറ്റു ഇനിയിപ്പോൾ ഈ മൈനസ് എല്ലാം ഇവിടെ മാറിയല്ലോ, എല്ലാത്തിൻ്റെയും കൂടെ ഇൻറ്റു ചെയ്യണമെന്നുള്ള അർത്ഥത്തിലാണ് മൈനസ് 1/r കൊടുത്തത്. n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 അപ് ടു n പ്ലസ് ആർ മൈനസ് 1. ഞാൻ ആ മൈനസ് വാല്യൂവിനെ എല്ലാം ഇങ്ങെടുത്തു. എന്താ? ഈ ഇതിനകത്തുണ്ടായിരുന്ന മൈനസ് വാല്യൂവിനെ കംപ്ലീറ്റ് ഞാൻ ഇങ്ങെടുത്തു. അപ്പോൾ അതെല്ലാം അവിടുത്തെ മൈനസ് എല്ലാം മാറിയിട്ട് എന്തായിട്ട് മാറി? പ്ലസ് ആയിട്ട് മാറി. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഇത്രയും എനിക്ക് സ്റ്റെപ്പ് കിട്ടി. ഇതിനകത്ത് ഞാൻ അനാവശ്യമായിട്ട് ഞാൻ വേറൊരു കാര്യത്തിനെ ഇൻക്ലൂഡ് ചെയ്തു. നോക്കിയേ, എന്താണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് നോക്കിയേ.
1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു n മൈനസ് 1 അവിടെ മുകളിൽ ഇൻക്ലൂഡ് ചെയ്തു, 1 ഇൻറ്റു 2 ഇൻറ്റു 3 n മൈനസ് 1 താഴെ ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ രണ്ട് വാല്യൂ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. ഇപ്പോൾ -1r ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ചുമ്മാ ഞാൻ രണ്ടിടത്തും ഇൻക്ലൂഡ് ചെയ്താണ്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്തു, ആദ്യം കിട്ടിയ NCRനകത്ത് എല്ലാ n വാല്യൂസിനെയും -n വെച്ചിട്ട് ഞാൻ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം ഇതിനകത്തു നിന്ന് എല്ലാം -1 കോമൺ ആയിട്ട് എടുത്തു. r ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, -1r എന്നെടുത്തു. അപ്പോൾ എല്ലാ മൈനസ് വാല്യൂ മാറിയിട്ട് പ്ലസ് ആയി. എന്നിട്ട് വേറൊരു വാല്യൂ മുകളിലും താഴെ ഇൻറ്റു ചെയ്താൽ നമുക്ക് ചുമ്മാ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ്. സോ അത് ഞാൻ ചെയ്തു. അതിനുശേഷം നിങ്ങളിനി നോക്കിയേ, 1 ഇൻറ്റു 2 ഇൻറ്റു 3 മുതൽ ഇത് ഇവിടെ എവിടെ വരെയാണ്, ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് n+r−1 ആണ്. ഞാനത് ഇൻറ്റു ചെയ്തതേ 1 ഇൻറ്റു 2 ഇൻറ്റു 3 അപ് ടു n+r−1. സോ ഇതെന്താണ്, n+r−1 ഫാക്ടോറിയൽ അല്ലേ 1 2 3 അപ് ടു n+r−1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ഫാക്ടോറിയലാ, 1+r−1 ഫാക്ടോറിയൽ. സോ അന്നേരം അതേപോലെ ഇവിടെ 1 2 3 അപ് ടു n−1 ആണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇതെന്താണ്, n−1 ഫാക്ടോറിയൽ അല്ലേ, 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു അപ് ടു n−1. സോ ഇതിനെല്ലാം ഞാൻ റെഡ്യൂസ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടി, അവിടെ -1r ഉണ്ടായിരുന്നു ഇൻറ്റു n+1r−1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ താഴത്തെ n−1 ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. ഓക്കെ, സോ അന്നേരം ഇതാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നോക്കിയേ, ഇതിനെ ഞാനൊന്ന് റെഡ്യൂസ് ചെയ്ത് അതുകൊണ്ട് ഈ ഒരു ഫോർമാറ്റിലാക്കിയിട്ടുണ്ട്. -1r⁻r n+r−1 cr. സോ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഇത് തന്നെ കിട്ടും. നോക്കിയേ, -1r ഇൻറ്റു NCRൻ്റെ ഇക്വേഷൻ എന്തുവാ, n ഫാക്ടോറിയൽ ബൈ n+r−1, അതാണ് n എന്ന് പറയുന്നത്, r ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ബൈ n−1 ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അപ്പം n−1 എന്ന് പറയുമ്പം n+r−1 അല്ലേ, സോറി ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, n−1 ഫാക്ടോറിയൽ അല്ല, NCR എന്ന് പറയുമ്പം n ഫാക്ടോറിയൽ ബൈ n−r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. സോ ഞാൻ ഇതിനെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് എഴുതിയിട്ടില്ല, ഞാൻ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ, -1r ഇൻറ്റു NCR, എന്നിൻ്റെ സ്ഥാനത്ത് n+r−1 ആണ്. അപ്പം n ഫാക്ടോറിയൽ എന്ന് പറയുമ്പം n+r−1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n−r. അപ്പം n+r−1 -r അല്ലേ, അപ്പം r പോയി കഴിഞ്ഞാൽ n−1, n−r ഫാക്ടോറിയലായിരുന്നു, n−1 ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. സോ ഇത് തന്നെയല്ലേ ഇത് തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതിനെ ഒന്ന് ചെറുതാക്കി എഴുതിയതാണ്. നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് -1r ഇൻറ്റു n+r−1 cr. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഈ കോമ്പിനേഷനെ വേണമെങ്കിൽ നമ്മൾ c ഇല്ലാതെ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞത്, ഞാൻ ആദ്യം കുറേ NCR കണ്ടുപിടിച്ചു. NCR കിട്ടിയതിന് ശേഷം ഞാൻ ആ എന്നിനെ -n വെച്ചിട്ടെല്ലാം റീപ്ലേസ് ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് -1 കോമൺ എടുത്തു. -1 r ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് -1 ഞാൻ അതെന്തുകൊണ്ട് r ടൈംസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കിയേ, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 0 to r−1 എന്ന് പറയുമ്പോൾ എത്ര ടേംസ് ഉണ്ട്, 0 കൂടെ വരുമ്പോൾ 6 ടേംസ് ഉണ്ട്. ഓക്കെ, നിങ്ങളത് മനസ്സിലായില്ലെങ്കിൽ വിട്ടിരിക്കുക, ആ ടേംസ് ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പം -1r ഇൻറ്റു എല്ലാത്തിൽ നിന്നും മൈനസ് കോമൺ എടുത്തപ്പം ഇതെന്ത് n ഇൻറ്റു അതിനകത്ത് എല്ലാ മൈനസ് മാറും, n+1 ഇൻറ്റു n+2 ഇൻറ്റു എന്താണ് ഈ മൈനസ് മാറും, r−1. സോ അത്രയും മാത്രം നമുക്ക് കിട്ടുന്നു. ഇനി ഇത്രയും ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. ഇനി എന്നിട്ട് എന്താണ്, നമ്മൾ ഇതിനകത്തൊരു കാര്യത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ്, 1 ഇൻറ്റു 2 ഇൻറ്റു 3 അപ് ടു n−. ഇതിൻ്റെ സ്റ്റെപ്പാണ് ഇത്, രണ്ടിടത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ നോക്കിയേ, 1 ഇൻറ്റു 2 ഇൻറ്റു 3 അപ് ടു എന്തുകൊണ്ടാണ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു n−1 കൂടുതൽ കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയാഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ n എന്നല്ലേ കിടക്കുന്നത്, എന്നിൻ്റെ തൊട്ട് മുന്നുള്ള ആൾ ആരായിരിക്കും, n−1 ആയിരിക്കും. സോ അതുകൊണ്ടാണ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ടു n−1 എന്നവിടെ കൊടുത്തത്. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. നമ്മൾ രണ്ട് ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കിയേ, 1 ഇൻറ്റു 2 ഇൻറ്റു 3 തൊട്ട് എവിടെ വരെയാണ് പറഞ്ഞേക്കുന്നത്, n+r−1. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്, n+r−1 എന്ന് പറയുമ്പം n+r−1
ഫാക്ടോറിയൽ അല്ലേ എന്ന് പറയുമ്പോൾ n പ്ലസ് ആർ മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ എന്ത് കിട്ടി? -1r ഇൻറ്റു ഇത്രയും മാറിയിട്ട് n പ്ലസ് ആർ മൈനസ് 1 ഫാക്ടോറിയൽ. ഇതെന്ന് പറയുന്നത് എന്താണ്? n-1 ഫാക്ടോറിയൽ അല്ലേ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 n-1. ലാസ്റ്റ് n എന്ന് പറയുമ്പോൾ n-1 ആണ്. അപ്പോൾ n-1 ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. സോ അന്നേരം ഇതാണ് ഇക്വേഷൻ കിട്ടി. ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെറുതാക്കി എഴുതിയതാണ് ഇത്. സോ ഇതാണ് ഈ ഒരു നമ്മൾ ചെയ്യാൻ പോകുന്ന കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുമെന്ന് പറയും. അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ പ്രോബ്ലത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ്? ഈ 1 പ്ലസ് എക്സ് കൂടെ ചേർന്നല്ലേ നമ്മുടെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത്? a0 പ്ലസ് a1 എക്സ് പ്ലസ് a2 എക്സ് സ്ക്വയർ പ്ലസ് അങ്ങനെയല്ലേ നമ്മുടെ ഇക്വേഷൻസ് വരുന്നത്. അപ്പം നമ്മൾ അതുകൂടെ കൺസിഡർ, ഇപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ചത് NC0 മാത്രമാണ് കണ്ടുപിടിച്ചത്. NC0 അല്ല, NC6 മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചത്, അതിൻ്റെ പ്ലസ് കേസും മൈനസ് കേസും. സോ അപ്പം നമ്മൾ ഇനി കണ്ടുപിടിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യണം? NC6 മൈനസ് NC6ൻ്റെയും ഈ രണ്ട് ടേമിൻ്റെ കൂടെ എക്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അപ്പം നോക്കിയേ, 1 പ്ലസ് എക്സ് റേസ് ടു n അതിങ്ങനാണെങ്കിൽ 1 പ്ലസ് പോസിറ്റീവ് വാല്യൂ ആണ്. 1 പ്ലസ് എക്സ് റേസ് ടു 1, 1 പ്ലസ് എക്സ് റേസ് ടു സ്ക്വയർ. സോ അങ്ങനെ പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? NC0 പ്ലസ് NC1x പ്ലസ് NC2x സ്ക്വയർ പ്ലസ് NCn എക്സ് റേസ് ടു n. ഇതിൻ്റെ എക്സ്പാൻഷനാണ് അത് കൊടുത്തിരിക്കുന്നത്. സോ ഇത് തന്നെയല്ലേ നമ്മളുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കിയേ, NC0 എന്ന് പറയുന്നത് ഇപ്പം എന്താ? Z0 എന്ന് പറയുന്നത് എപ്പോഴും 1 തന്നെ ആയിരിക്കും. 1 പ്ലസ് ഇനി നമ്മൾ NC1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? NX. ഇനി NC2 എന്ന് പറയുന്നത് എന്തായിരിക്കും? n ഇൻറ്റു n-1/2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് NC2 എന്ന് പറയുന്നത് എന്തായിരിക്കും? NC3 എന്ന് പറയുന്നത് എന്തായിരിക്കും? n ഇൻറ്റു n-1 ഇൻറ്റു n-2/3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ക്യൂബ് അപ് ടു എക്സ് റേസ് ടു n. സോ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത് അത് തന്നെയല്ലേ? NC6 എന്ന് പറയുന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ അന്നേരം ഇതാണ് 1 പ്ലസ് എക്സ് റേസ് ടു n എന്ന് പറയുമ്പം ഒന്നെങ്കിൽ ആ ഇക്വേഷൻ ഉപയോഗിക്കുക, അതിൻ്റെ കൂടെ എക്സ് ഇൻറ്റു ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇനി നെക്സ്റ്റ് 1 പ്ലസ് എക്സ് റേസ് ടു -n, അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പം 1 പ്ലസ് എക്സ് റേസ് ടു -n എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഇത് എന്തിലേക്ക് വരുമെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ ഇതിനകത്തെല്ലാം എന്ത് ചെയ്യണം? എന്നിൻ്റെ സ്ഥാനത്ത് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചില്ലേ, ഇതിൻ്റെ ഒരു വേറൊരു ഫോമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ അന്നേരം നമ്മൾ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്നിൻ്റെ ഇവിടെ എല്ലാം എന്ത് കൊടുക്കണം? -n കൊടുക്കണം. ഓക്കെ, എല്ലായിടത്തും -n കൊടുത്തു. അപ്പം ഇവിടെ 1 to നമ്മൾ ഇൻഫിനിറ്റ് വാല്യൂസ് ആണ്. അപ്പം r ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. നമ്മളെല്ലാം പ്ലസ് അല്ലേ എഴുതിയേക്കുന്നത്. അപ്പോൾ സിഗ്മ r ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. ഞാൻ നോക്കിയേ പിന്നെന്താ വരുന്നത്? ഞാൻ ഇവിടെ എക്സ് അല്ലേ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. എക്സ് റേസ് ടു എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 6 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ് റേസ് ടു r ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ആണ്. r വാല്യൂ അനുസരിച്ചല്ലേ ഇത് പോകുന്നത്. അപ്പോൾ 6 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യും, എക്സ് ഇൻറ്റു ആർ. ഇനി അതേപോലെ ഇവിടുന്ന് മൈനസും എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യും? -1 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? നമുക്ക് -1 റേസ് ടു r ഇൻറ്റു എക്സ് റേസ് ടു r. ഇനി നേരത്തെ പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ ഇടയ്ക്കൊരു ടേം, ഇതിനിടയ്ക്കുള്ളൊരു ടേം എടുത്തു, -n-r+1. ഞാൻ ഇനി അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല. സോ അന്നേരം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു. ഒന്നുമില്ല, നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ ഈ സ്റ്റെപ്പ് ഒന്നും നോക്കിയില്ലെങ്കിലും, ഇതൊക്കെ വിട്ടേക്ക്, ഞാൻ പറഞ്ഞൊക്കെ വിട്ടേക്ക്, കൂടുതലൊന്നും നോക്കിയില്ലെങ്കിലും ഒറ്റ കാര്യമുള്ളൂ, ലാസ്റ്റിൽ കിട്ടിയതിൻ്റെ കൂടെ എന്തുകൂടെ ഇൻറ്റു ചെയ്യുക. നമ്മൾ എക്സ് ടേം കൂടെ വന്നതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയതിനകത്തൂടെ ഒരു എക്സ് റേസ് ടു ആറും കൂടെ ഇൻറ്റു ചെയ്യുക. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. നമ്മൾ കൂടുതൽ സ്റ്റെപ്പ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ഇതിനകത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു എക്സ് റേസ് ടു ആറും കൂടി ഇൻറ്റു ചെയ്യുക. അത് എന്തുകൊണ്ടാണ് വന്നേ? ഈ ഇക്വേഷൻ നമ്മളിനകത്ത് എന്ത് വന്നു? എക്സും എക്സ് സ്ക്വയർ എക്സ് ക്യൂബും ഒക്കെ വന്നപ്പോൾ അത് 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അതുകൊണ്ട് എക്സ് റേസ് ടു ആർ, കാരണം ആറിൻ്റെ വാല്യൂ അനുസരിച്ചിരിക്കത്തില്ലേ എക്സ് വാല്യൂസ്. സോ എക്സ് റേസ് ടു 6 കൊടുക്കുക. ബാക്കി എല്ലാം പഴയ സ്റ്റെപ്പ് തന്നെയാണ്. സോ അന്നേരം അതേപോലെ 1 പ്ലസ് ഇതിപ്പോൾ NCR എന്ന് പറയുമ്പോഴും അതേപോലെ തന്നെ അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നമ്മുടെ ടേംസിനെ ഇൻക്ലൂഡ് ചെയ്തു. 1 പ്ലസ് NX പ്ലസ് n ഇൻറ്റു n-1/2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്സിൻ്റെ ടേംസിനെ ഇൻക്ലൂഡ് ചെയ്തു. സോ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻസ് എന്തൊക്കെയാണ്? ഇതുമാണ് നിങ്ങളുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്.